നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും അപ്രതീക്ഷിതമായ വിജയങ്ങൾ ഉണ്ടായിരിക്കുന്നു. കേരളമടക്കം. കേരളത്തിൽ LDFന് നിലംപരിശാക്കിക്കൊണ്ടാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF വലിയ വിജയം നേടിയത്. പിണറായി വിജയനെ പോലും കണ്ണൂരിൽ വിറപ്പിച്ചു എന്നുള്ളതാണ്. സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് വിറപ്പിച്ചു എന്നുള്ളതാണ്. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഏതാണ്ട് 20,000, 22,000 വോട്ടിന്റെയൊക്കെ മാർജിനിലേക്ക് വോട്ട് മാറുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം. വലിയ വോട്ട് ചോർച്ച നടന്നിരിക്കുന്നു. തൊട്ട അയൽവക്കത്ത് സംസ്ഥാനത്ത് തമിഴ്നാട്ടില് ഏറെക്കാലമായി ദ്രാവിഡ പാർട്ടികൾ മാത്രം മാറി മാറി ഭരിച്ചിരുന്ന തമിഴ്നാട്ടിലെ ഇക്കുറി വിജയ് വെട്രിവേൽ ആയി വിജയം നേടിയിരിക്കുന്നു. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷത്തിന് ഏതാണ്ട് ഒരു 8 സീറ്റ് മാത്രമാണ് അവർക്ക് കുറവ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ്, CPM പോലുള്ള ചെറിയ ചെറിയ കക്ഷികൾ അവിടെ വിജയ്ക്ക് പിന്തുണ നൽകാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കോൺഗ്രസും പുറകിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരോടും വിജയ് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്, പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, പുതിയൊരു നയസമീപനവുമായി വിജയ് തൻ്റെ ഭരണത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് നയം എന്നറിഞ്ഞതിന് ശേഷം മാത്രം മതി പിന്തുണ കൊടുക്കാം എന്ന് CPM പറയുന്നു. മുസ്ലിം ലീഗിനൊക്കെ വളരെ ചുരുങ്ങിയ ശതമാനം വോട്ട് മാത്രമുള്ള തമിഴ്നാട്ടിൽ അവർക്ക് സ്വന്തമായി മറ്റേതെങ്കിലും തരത്തിലൊരു നിലനിൽപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. തമിഴ്നാട്ടിൽ ഇന്നവരെ ഈ ദ്രാവിഡ പാർട്ടികൾ അധികാരത്തിൽ വന്നപ്പോൾ പരസ്പര പിന്തുണയൊക്കെ അവർ നേടിയിട്ടുണ്ടെങ്കിലും ഭരിക്കുന്നത് അവർ മാത്രമായിരിക്കും. മന്ത്രിമാര് മറ്റുള്ള ഘടകകക്ഷികളെയൊന്നും ഒരു കാരണവശാലും അവരാക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ വിജയുടെ ഈ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചില ഡിമാൻഡുകൾ, അത് ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടണം എന്നൊക്കെ തരത്തിലുള്ള ഒരു വാശി അല്ലെങ്കിൽ പിടിവലി ഡിമാൻഡുകളൊക്കെ മുന്നോട്ട് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. സിനിമ മാത്രം കൊണ്ടു നടന്നിരുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ലെവലിലേക്ക് ഇപ്പോൾ മാറിയത് ഇപ്പോഴാണ് വിജയ്. ഒട്ടേറെ പ്രതിസന്ധികൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം വിജയ് നേരിടേണ്ടി വന്നു, ED റെയ്ഡ് ഉൾപ്പെടെ. എന്നാലിപ്പോൾ മിന്നുന്ന വിജയമാണ്. 2 സ്ഥലത്ത് മത്സരിച്ചിട്ടും 2ഇടങ്ങളിലും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിന്റെ ഒരു പൊതുവായ രീതി പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് വിജയ് ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകുക, ആരായിരിക്കും വിജയെ കൂടുതൽ പിന്തുണച്ചു നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഫവാസ് ഇതിനെ വിലയിരുത്തുന്നത്? ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2026 ഇലക്ഷൻ വളരെ പ്രത്യേകമുള്ള ഒരു ഇലക്ഷനാണ്. കാരണം കേരളത്തോട്ട് നോക്കുമ്പം കേരളത്തിലെ പിണറായി വിജയനെ പോലും ധർമ്മടത്ത് ആദ്യത്തെ 6 റൗണ്ട് വിറപ്പിച്ചു. അതും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അത്രത്തോളം ഫേമസ് അല്ലാത്ത ഒരു യുവാവിനെ നിർത്തിയിട്ടാണ് കോൺഗ്രസ്. പറയുമ്പോൾ കോൺഗ്രസിന്റെ പ്രചാരകരൊന്നും അവിടെ പോയിട്ട് പോലും ഇല്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പരസ്യമായിട്ട് പറഞ്ഞത്. എന്നിട്ട് പോലും ഇങ്ങനെ വിറപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, 10 വർഷമായിട്ട് കേരളത്തെ ഭരിച്ചിരുന്ന നേതാവ്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, മമതാ ബാനർജിയെ പോലും കടപഴക്കി വീണു എന്നുള്ളതാണ്. ഇപ്പുറത്ത് നോർത്ത് ഇന്ത്യയിൽ മമതാ ബാനർജി വീണു, സൗത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ വീണു, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വീണു. ഇതിൽ മറ്റൊരു പ്രത്യേകം വെസ്റ്റ് ബംഗാളിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗാളിൽ ആദ്യം കോൺഗ്രസ് ഡൊമൈനായിരുന്നു, കോൺഗ്രസിന്റെ സർവാധിപത്യമായിരുന്നു അവിടെ. അവിടുന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് മാറുന്നു, മൊത്തം CPMന്റെ ഇടതുപക്ഷത്തിന്റെ അധിനിവേശമാകുന്നു. അടുത്തൊരു 15 വർഷത്തിനുള്ളിൽ ഈ സംഭവം നടക്കുന്നത്. വീണ്ടും ഒരു 15 വർഷം ആകുമ്പോഴേക്കും അത് നേരെ മാറി തൃണമൂൽ കോൺഗ്രസിന്റെ കയ്യിലോട്ട് വരുന്നു. വീണ്ടും ഒരു 15 വർഷം ആകുമ്പോഴേക്കും അത് വീണ്ടും നേരെ മാറി BJPയുടെ കയ്യിലോട്ട് വരുന്നു. അപ്പോൾ ഓരോ 10-15 വർഷത്തിന്റെ കാലയളവിൽ ഒരു പാർട്ടിയെ ഒന്നടങ്കം ഇല്ലാണ്ടാവുന്ന ഒരു പ്രക്രിയ കാണാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം ഇന്ത്യയിലുള്ളത് അത് വെസ്റ്റ് ബംഗാൾ മാത്രമാണ്. അല്ല, വെസ്റ്റ് ബംഗാൾ ഞാനൊന്ന് ഇടപെട്ട് സംസാരിച്ചിട്ട് ഏതാണ്ട് 33 വർഷക്കാലമാണ് CPM അവിടെ കൊടികുത്തിവാണത്. ആ 33 വർഷക്കാലം കൊടികുത്തിവാണ് CPMന് അവിടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസ് മമത അധികാരത്തിൽ വന്നത്. ഇപ്പൊ മമത 10-15 വർഷത്തെ ഒരു തേരോട്ടം നടത്തുമ്പോൾ അവരുടെ നില വളരെ ശോചനീയമായ രീതിയിലേക്ക് മാറ്റി BJP അധികാരത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ തമിഴ്നാട്ടില് ഇപ്പോ മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ കടപുഴകി വീണിരിക്കുന്നു. അവിടെയാണ് വിജയ് വെട്രിവേലായി മാറുന്ന ഒരു കാഴ്ച.
പറയും. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ സംസ്കാരം നോക്കുമ്പോൾ അതൊന്നും ദ്രാവിഡ സംസ്കാരത്തിൽ ഊന്നിയുള്ള ഒരു പ്രചാരണമായിരിക്കും. അപ്പൊ വിജയും സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ദ്രാവിഡത്തിൽ ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിനിങ് തന്നെയാണ് വിജയ് നടത്തിയിരുന്നത്. വിജയുടെ പോസ്റ്റർ നോക്കി കഴിഞ്ഞാൽ പല ദ്രാവിഡ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് തന്നെയായിരുന്നു വിജയും ക്യാമ്പയിനിങ് നടത്തിയിരുന്നത്. അപ്പം ഐഡിയോളജി സിമിലർലി ഇവര് പോലെ തന്നെയാണ് ഇവരും കൊണ്ടുനടന്നത്. പക്ഷെ അല്ല, ദ്രവീഡിയൻ കൾച്ചർ വിട്ടിട്ട് തമിഴ്നാട്ടിൽ മറ്റെന്തെങ്കിലും നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെ നിലവിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ. അപ്പം വിജയ് പറഞ്ഞ പോലെ ദ്രാവിഡ സ്ഥാനം പിടിച്ചിട്ട് തന്നെ വിജയാണ് നിന്നിട്ടുള്ളത്. അല്ലാണ്ട് പെട്ടെന്ന് പിന്നെ വിജയുടെ പറഞ്ഞ പോലെ തമിഴ്നാട് പറഞ്ഞ ആരാധകർക്ക്, സിനിമ ആരാധകർക്ക് വലിയ തലത്തിലുള്ള ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അതെ അതെ അതെ. അപ്പം അത്തരത്തിലാണ് നമ്മൾ ഒന്നാമത് വീക്ഷിക്കേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് BJP-യുടെ അല്ലെങ്കിൽ അവരുടെ ഒരു വളർച്ച സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാന്നുള്ളത്. അപ്പം ഏകദേശം 39 ലോക്സഭ MP-മാരുള്ള മണ്ഡലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണിയിൽ തന്നെ ഏറ്റവും വലിയ 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ വലിയ കക്ഷിയാണ്, പ്രധാനപ്പെട്ട കക്ഷിയാണ് ഈ DMK എന്നുള്ളത്. അപ്പം വിജയിലോട്ട് ഈ പറയ പോലെ വിജയ്ക്ക് ഒറ്റക്ക് മിനിമം അവിടെ മൊത്തം സീറ്റുള്ളത് 234 നിയമസഭാ സീറ്റുകളാണുള്ളത്. അപ്പോൾ ഒരു സിംഗിൾ മെജോറിറ്റി അല്ലെങ്കിൽ മിനിമം മെജോറിറ്റിക്ക് വേണ്ടത് 118ആണ്. ആ സമയത്ത് വിജയുടെ TVK കിട്ടിയിട്ടുള്ളത് ഏകദേശം 34.92% വോട്ട്, അതായത് 108 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. DMK ആണെങ്കിൽ 108 സീറ്റ്, അതായത് 34.99% വോട്ട്. DMK ആണെങ്കിൽ 24.19% വോട്ടാണ് കിട്ടിയിട്ടുള്ളത്, അതായത് 59 സീറ്റ്. AIDMK-യുടെ കാര്യം നോക്കുകയാണെങ്കിൽ 21.21%, അതായത് ഈ പറഞ്ഞ പോലെ 47 സീറ്റോളം AIDMK കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP-യുടെ ആണ്. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 2016 BJP അക്കൗണ്ട് തുറന്നു, 21 നിയമത്ത് ശിവൻകുട്ടി അടപ്പിച്ചു, വീണ്ടും 26 വരുമ്പോ 1 പകരം എന്നുള്ളത് 3 മാറി. ഇതേ സാധനം തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ BJP 4 ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം അത് ചുരുങ്ങി 1 എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത BJP-യുടെ കാര്യത്തോട് തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ. BJP-യെ കേന്ദ്രം അത്രത്തോളം ഫോക്കസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പം ചെങ്കോലിന്റെ വിഷയത്തിലൊക്കെ പാർലമെന്റിൽ ചെങ്കോല് കൊണ്ടുപോയി വെക്കുന്നു, തമിഴ്നാടിന് അത്രയേറെ പ്രാതിനിധ്യം കൊടുക്കുന്നു. അപ്പം തമിഴ് കൾച്ചർ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നത് BJP ആണെന്ന് BJP പരസ്യമായിട്ട് പറയുന്നു. ഇത്തരത്തിലുള്ള തമിഴ്നാട് എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ള സാധനം, അതിനെതിരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് DMK. ഇനി മറുവശത്തോട്ട് TVK-നെ നോക്കുകയാണ്. ഇപ്പോൾ മേഴ്സൽ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു. മേഴ്സലിൽ എന്താ പറയാ, നമ്മളെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ആ സിനിമയിൽ നടത്തുന്നു. അതിന്റെ പേരിൽ ആ സിനിമ റിലീസായി കുറച്ച് മാസം കഴിയുമ്പോഴേക്കും വിജയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു, ED വരുന്നു, കേസ് എടുക്കുന്നു, പലതരത്തിലുള്ള സാധനങ്ങൾ വരുന്നു. അപ്പം BJP-ക്ക് ഒറ്റക്കട ഭരിക്കാൻ പറ്റില്ല, പിന്നെ ആര് സപ്പോർട്ട് കൊടുക്കുന്നുള്ളത് വലിയ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ പറഞ്ഞ പോലെ കോൺഗ്രസിന് ഇപ്രാവശ്യം അവിടെ ഉള്ളത് ഏകദേശം 3.37% വോട്ട്, അതായത് 5 സീറ്റ് ഉണ്ട്. പിന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം IUML അവിടെ മത്സരിക്കുന്നുണ്ട്, 2 സീറ്റ് അവർക്കുണ്ട്. 0.29% വോട്ടാണ് IUML അവിടെ ഉള്ളത്. പിന്നെ ബാക്കി CPM CPI പോലത്തവർക്ക് 2 വോട്ട് ഉണ്ട്. അപ്പം ഈ IUML എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ IUML ആയാലും കോൺഗ്രസ് ആയാലും CPI ആയാലും CPM ആയാലും ഈ 4 പാർട്ടികളും വിജയിക്കുന്നത് അവിടെ തമിഴ്നാട്ടിൽ DMK-യുടെ സപ്പോർട്ടോട് കൂടിയാണ്. അല്ലാണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവര് DMK എന്തായാലും പ്രതിപക്ഷത്ത് നിൽക്കാൻ തീരുമാനിച്ചു, അതിൽ മാറ്റമില്ല എന്നുള്ളത് ഇന്നലെ ഔദ്യോഗികമായിട്ട് സ്റ്റാലിൻ പറഞ്ഞു. ഉദയനിധി സ്റ്റാലിനായിരിക്കും അവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അപ്പം കോൺഗ്രസ് എങ്ങോട്ട് പോകും എന്നുള്ളൊരു ചോദ്യം നമ്മൾ വലിയ ആകാംക്ഷയോടെ നിൽക്കുന്ന സാധനം. നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിന്റെ ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തുന്ന വലിയൊരു ക്യാമ്പയിനിങ് ആയിരുന്നു അത് രാഹുൽ ഗാന്ധിയുടെ. ഇന്ത്യയിൽ സമാധാനം കൊണ്ടുവരിക, എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുക, മതസൗഹാർദ്ദത്തിലുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്. അപ്പം ആ സമയത്ത് തമിഴ്നാട്ടിലെത്തിയപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന ഒരു സംഭവം, വിജയ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ കൂടെ യാത്രയിൽ പങ്കുചേരുന്നു, നടക്കുന്നു. അപ്പം അന്ന് എല്ലാവരും വിചാരിച്ചത് വിജയ് കോൺഗ്രസിലോട്ട് മാറും എന്നുള്ളൊരു ഒരു ചിന്താഗതിയുടെ വന്നായിരുന്നു. പക്ഷെ അതല്ല ഉണ്ടായത്, സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നു. ഇപ്പൊ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പം വിജയ്ക്ക് ആദ്യമായിട്ട് ആശംസ വിളിച്ചറിയിച്ച ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നു, ഇൻസ്റ്റാഗ്രാമിലും FB-ലും ട്വിറ്ററിലൊക്കെ ഇന്നലെ X-ലൊക്കെ ഇന്നലെ ട്വീറ്റ് ചെയ്തായിരുന്നു, വിജയനെ ഞാൻ ഔദ്യോഗികമായിട്ട് വിളിച്ചു, ആശംസകൾ അറിയിച്ചു എന്നുള്ളൊരു സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നരേഷൻ മനസ്സിലാവും എങ്ങോട്ടാണ് കോൺഗ്രസിന്റെ ഈ ചാട്ടം എന്നുള്ളത്, അല്ലെങ്കിൽ ചായ്വ് എന്നുള്ളൊരു സംഭവം സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് കൊടുക്കാനൊരു ചാൻസ് ഉള്ളത്.
പിന്നെ ഇന്നലെ അതിന്റെ ഇടയിൽ KC വേണുഗോപാൽ ഈ വിഷയം ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം ഇതേവരെ കോൺഗ്രസ് എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും KC വേണുഗോപാൽ അത് മാറ്റി പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായി. ആ കാര്യം പൂർണ്ണമായിട്ടും തമിഴ്നാട് ഘടകത്തിന് വിട്ടുകൊടുത്തു. അവർക്ക് ചേരണമെങ്കിൽ ചേരാം, അത് അവരുടെ തീരുമാനത്തിന് അതെ സംസ്ഥാന കോൺഗ്രസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു എന്നുള്ള ഇതാണ് ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞത്. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലീഗും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 5ഉം 2ഉം 7 സീറ്റായി. പിന്നെ CPM എനിക്ക് തോന്നുന്നത് CPM പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ശോഷിച്ചു പോകുന്നൊരു പാർട്ടികളാണ് അവരൊക്കെ അവിടെ. അപ്പം DMK ഏതെങ്കിലും മുന്നണിയുടെ ഭാഗം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തനിച്ചു നിൽക്കാൻ കെൽപ്പില്ലാത്ത പാർട്ടികളായി മാറിയിരിക്കുന്നു അവിടെ അവര്. അതെ, അപ്പം ഏതെങ്കിലും ഒരു മുന്നണി, അതിപ്പം TVK എന്നോ DMK എന്നോ അവർക്കില്ല. ഇന്ത്യ മുന്നണി നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ BJPക്ക് എതിരെയുള്ള ഒരു മുന്നണിയിൽ ഏതെങ്കിലും ഇതിലൊരു ചേരും എന്നുള്ളത് സത്യമാണ്. പെട്ടെന്നുള്ളൊരു കടന്നുകയറ്റായിരുന്നു TVK. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് അവരെ കൂടെ ചേരുന്നുള്ളതും CPM-ഉം CPI-യും ലീഗും ചേരുന്നുള്ളതും. പിന്നെ ഇതൊക്കെ ചേർന്നാൽ പോലും കഷ്ടിച്ചെത്തും എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം വിജയ് 2 മണ്ഡലങ്ങളാണ് അവിടെ ജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ 2 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒറ്റ മണ്ഡലം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരിടത്തുനിന്ന് വിജയ് എന്തായാലും റിസൈൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത 6 മാസത്തിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പൊ 108 എന്നുള്ളത് 107 ചുരുങ്ങും. പിന്നെ ആ നടക്കുന്ന അതിൽ തൃശയെ മത്സരിപ്പിക്കും എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അപ്പം വിജയ് ഈ പറഞ്ഞ പോലെ വിജയ് ജയിച്ചപ്പോൾ ആദ്യം അനുമോദനം ചെയ്തത് മറ്റൊരാളായിരുന്നു, ഈ പറഞ്ഞ പോലെ തൃശ എന്ന് പറഞ്ഞ തമിഴ് സിനിമാ നടി. അപ്പോൾ തീർച്ചയായും ഇപ്പോ ഈ 107, 108 എന്നുള്ള 107 ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതുവരെ നമുക്ക് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള സമയമുണ്ട്. 2 ആഴ്ച പിന്തുണ അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണറോട് ആവശ്യപ്പെടാം. അങ്ങനെ തന്നെ കത്ത് കൊടുത്തിരിക്കണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ മറ്റ് ചെറിയ ചെറിയ ഘടകകക്ഷികളായിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ കിട്ടിയാലും ഈ വിജയിന് ഇപ്പോ എനിക്ക് തോന്നുന്നു 10 സീറ്റ് കൂടി മതി എന്നുള്ളതാണ്. 18 സീറ്റ് മതിയാവും. അപ്പൊ അത് എന്തായാലും ഇവരെല്ലാവരും പിന്തുണ കൊടുക്കുകയാണെങ്കിൽ 128 വരെ ആകാം എന്നുള്ളതാണ് ലേറ്റസ്റ്റ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭരണ പ്രതിസന്ധി ഒഴിവാകാൻ അല്ലെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷെ പിന്നീട് ഭരണ പ്രതിസന്ധി ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. കാരണം CPM ഒക്കെ വിജയുടെ നയം എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് പൂർണ്ണ പിന്തുണ കൊടുക്കാം എന്ന് പറയുമ്പോൾ ഇവര് ഈ ഭരണത്തില് കൃത്യമായ സ്വാധീനം ചെലുത്താനുള്ള വലിയ സാധ്യതകളാണുള്ളത്. കാരണം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തുകൊണ്ട്, അതായത് ഒറ്റക്കക്ഷി എന്ന രീതിയിൽ വിജയിക്ക് ഒരു തീരുമാനം എടുത്തുകൊണ്ട്, ഭൂരിപക്ഷ ഉള്ള കക്ഷി എന്ന രീതിയിൽ തീരുമാനം എടുത്തുകൊണ്ട് ഭരിക്കാൻ ഒരു പക്ഷേ സാധിച്ചിരിക്കുന്നില്ല. അത് പക്ഷേ സ്റ്റാലിൻ്റെ DMK ഒക്കെ പിൻസീറ്റ് ഡ്രൈവ് ചെയ്ത് കോൺഗ്രസിനെയും അല്ലെങ്കിൽ CPM-നെയും ഒക്കെ ആ രീതിയിലൊക്കെ സ്വാധീനിച്ച് ഭരണത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും തൽക്കാലം വിജയിക്ക് ഒരു ഭരണത്തിലേക്ക് പോകാൻ വലിയ തടസ്സങ്ങളൊന്നും ഇതിൽ നിന്ന് കാണുന്നില്ല. പിന്നീടുള്ള ഭരണത്തിന് എന്ത് തരത്തിലുള്ള പ്രതിസന്ധി വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. പിന്നെ ഈ വിഷയത്തിൽ എനിക്ക് സാറിന്റെ ഒരു അഭിപ്രായം അറിയാനുള്ളത്, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നിൽ ഏറ്റവും പ്രബലമായ 2 ശക്തികളാണ് കോൺഗ്രസ്, അതേപോലെ തന്നെ DMK, തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം DMK കോൺഗ്രസ് തമ്മിലുള്ള ബന്ധം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും DMK പിന്നീട് എന്ത് ചെയ്യുന്നുള്ളതാണ്. അപ്പം DMKക്ക് പകരം അവിടെ TVK വരുമോ, അതോ DMK വീണ്ടും അവിടെ നിൽക്കുമോ, അതോ DMK പുറത്ത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു ചാടും? എങ്ങനെയാണ് സാർ ഈ സ്ഥാനത്ത് വീക്ഷിക്കുന്നത്? തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ പലപ്പോഴും പരിശോധിക്കുമ്പോൾ നമ്മൾ ചർച്ചയുടെ ആദ്യം പറഞ്ഞ പോലെ ദ്രവീഡിയൻ ഒരു കൾച്ചർ അവരുടെ പൊളിറ്റിക്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഈ ദ്രവീഡിയൻ കൾച്ചർ വിട്ടിട്ട് അവിടുത്തെ ജനതയെ സ്വാധീനിക്കാൻ വലിയ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് BJP വർഷങ്ങളായി അവിടെ പയറ്റിയിട്ടും ഹൈന്ദവ തമിഴ്നാടിന്റെ ഒരു വോട്ട് ശതമാനം നോക്കുമ്പോൾ ഹൈന്ദവ വികാരം ഉൾക്കൊള്ളുന്ന ആളുകൾ തന്നെയാണ്, ഹൈന്ദവ ജനതയാണ് അവിടെ കൂടുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് അവിടെ കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റാത്തതിന്റെ കാരണം ഈ ദ്രവീഡിയൻ കൾച്ചർ തന്നെയാണ്. അവർക്ക് അവരുടേതായിട്ട് തനത് സംസ്കാരവും ഒരു ഭാഷ ഇപ്പോഴും നോക്കും. ഇപ്പോഴും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഹിന്ദി അംഗീകരിക്കാതെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് തമിഴ്നാട്ടിൽ. അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ശക്തമായ നിലപാട്, അത് അവരുടെ ഈ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് അതിലൊക്കെ നമ്മൾ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ ധ്രുവീകരണങ്ങളിൽ എന്ത് തന്നെ മാറ്റങ്ങൾ ഉണ്ടായാലും ഈ ദ്രാവിഡ സംസ്കാരത്തെ തൊട്ട് കളിക്കുന്ന തരത്തില് ഒരു മാറ്റത്തിന് അവർ ഒരിക്കലും തയ്യാറാകില്ല. ഇപ്പൊ ജയലളിത വന്നപ്പോഴും അല്ലെങ്കിൽ MGR-ഉം കരുണാനിധിയും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ ദ്രാവിഡ സംസ്കാരത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. ഇവരുടെ എല്ലാവരുടെയും ഈ
പാർട്ടികളുടെ, അതായത് ഇവരുടെ സംഘടനയുടെ പേര് തന്നെ ഈ ദ്രാവിഡ എന്നുള്ളത് തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവര് അത്തരം കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാനും സാധിച്ചിട്ടില്ല. ഇനിയിപ്പോ തമിഴ്നാട്ടില് വിജയ് എന്തുകൊണ്ട് ഇപ്പോ വീണ്ടും ഇങ്ങനെ അധികാരത്തിലേക്ക് നീങ്ങി എന്ന് പറയുമ്പോൾ, ആദ്യം ഫവാസ് പറഞ്ഞ പോലെ വീരാരാധനയ്ക്ക് വളരെ പ്രസക്തിയുള്ള നാടാണ് തമിഴ്നാടും അതുപോലുള്ള നമ്മുടെ ആന്ധ്രയൊക്കെ. ടി രാമറാവുവിന്റെ ഒക്കെ കാര്യം നമുക്കറിയാലോ. അപ്പോൾ രാജ്കുമാറിന്റെയൊക്കെ അവരൊക്കെ ഭരണത്തിൽ വന്നിരുന്ന ആളുകളാണ്. അവിടെ അവര് നല്ല ഒരു പൊളിറ്റീഷ്യൻ എന്നതിലുപരി അവര് ഈ കലയിലൂടെ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ മാധ്യമം ജനകീയ സ്വീകാര്യതയുള്ള സിനിമയിലൂടെ രംഗപ്രവേശം ചെയ്ത സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് സാധാരണക്കാരുടെ മനസ്സിലേക്ക് ചേക്കേറുകയും ഇവര് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഇവര് നമ്മളെ ഉദ്ധരിക്കും എന്നൊരു സാമാന്യ ചിന്താഗതിയോടുകൂടി പൊതുജനം വോട്ട് ചെയ്ത് അങ്ങനെ അവർ അധികാരത്തിൽ വന്നു. വിജയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് തിരുത്തി കുറിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം വിജയിക്കാണ്. ഞാൻ സിനിമ മാത്രമല്ല, നല്ല ഭരണാധികാരിയായിരിക്കും, തമിഴ്നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും, തമിഴ് മക്കളുടെ താല്പര്യപ്രകാരം അവരുടെ സംസ്കാരത്തിനും സമ്പത്തിനും ഒക്കെ വലിയ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഭരിക്കുമെന്നുള്ളത് വിജയ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ദ്രാവിഡ സംസ്കാരം വിട്ടിട്ട് തമിഴ്നാട്ടിൽ ഇനി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കളികളും നടക്കും എന്ന് തോന്നുന്നില്ല. BJP തലകുത്തി മറിഞ്ഞിട്ടും അവിടെ അവരുടെ കൊടി നാട്ടാൻ പറ്റാതെ പോയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അണ്ണാമലയൊക്കെ വളരെ സുശക്തമായി അവിടെ ഒരു സംഘടന കെട്ടുറപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾ തന്നെയാണ്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് നടക്കാതെ പോകുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. എന്തായാലും വിജയുടെ തുടർന്നുള്ള ഭരണം പോലെയായിരിക്കും ബാക്കിയുള്ള ആളുകളുടെ തിരിച്ചുവരവും പോക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുക. ആ നിഗമനം എത്ര കണ്ട് ശരിയാവും എന്നുള്ളത് പിന്നീട് പറയാൻ സാധിക്കും. എൻ്റെ നിഗമനം അതാണ്.